പ്രോസസ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പം മിക്ട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ പ്രോസസ് ഓഫ് വോയിഡിങ് യൂറിൻ ഫ്രം ദ ബോഡി, അതിനെയാണ് നമ്മൾ മിക്ട്രീഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ, നമ്മൾ യൂറിനിൽ അമിതമായി ഗ്ലൂക്കോസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്ലൂക്കോസൂറിയ എന്നോ അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് പറഞ്ഞു. അതിനെ വിശദമായി നമ്മൾ പിന്നീട് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ ചിലരുടെ ശരീരത്തിലെങ്കിലും കീറ്റോൺ ബോഡീസ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്, അതിനെയാണ് കീറ്റോനൂറിയ എന്ന് പറയുന്നത്. അതുപോലെ വാട്ടർ അമിതമായി യൂറിനിലൂടെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ശരീരത്തിൽ നിർജ്ജലീകരണം പോലുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാൻ അത് കാരണമാകും എന്നൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് റോൾ ഓഫ് അതർ ഓർഗാൻസ് ഇൻ എക്സ്ക്രീഷൻ. എന്താണ് എക്സ്ക്രീഷനിൽ നമ്മുടെ ശരീരത്തിൽ സഹായിക്കുന്ന മറ്റവയവങ്ങൾ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് പ്രധാനമായി കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലെ എക്സ്ക്രീഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ റോൾ നമ്മൾ പഠിച്ചു. എന്താണ് കിഡ്നിയുടെ സ്ട്രക്ചർ, കിഡ്നിയുടെ അകത്തുള്ള നെഫ്രോണുകൾ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഈ നമ്മുടെ ബ്ലഡിൽ രൂപം കൊള്ളുന്ന മാലിന്യങ്ങളെ എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കൗണ്ടർ കറണ്ട് മെക്കാനിസം, അതായത് നെഫ്രോൺ ട്യൂബുകളിൽ നടക്കുന്ന കൗണ്ടർ കറണ്ട് മെക്കാനിസം, അതുപോലെ റീഅബ്സോർപ്ഷൻ പ്രോസസ്, സെക്രീഷൻ, ഇതെല്ലാം വഴിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജ്യ വസ്തുക്കളെ, അതായത് നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്ട്സിനെ കിഡ്നി എലിമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് കിഡ്നി തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ കിഡ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എക്സ്ക്രീറ്ററി ഓർഗനായി പ്രവർത്തിക്കുന്നത്. കിഡ്നി നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്ന മറ്റ് എക്സ്ക്രീറ്ററി വസ്തുക്കളെ, അതായത് മെറ്റബോളിസം നടക്കുമ്പോൾ പലതരത്തിലുള്ള എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്നുണ്ട്. അപ്പം അതിൽ കിഡ്നി പ്രധാനമായിട്ട് നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്ട്സിനെ എല്ലാം റിമൂവ് ചെയ്യുന്നു. രക്തത്തിൽ രൂപം കൊള്ളുന്ന നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് കിഡ്നി നിർവഹിക്കുന്നത്. എന്നാൽ അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ രൂപം കൊള്ളുന്ന വിസർജ്യ വസ്തുക്കളെ റിമൂവ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ചില അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ്, അല്ലെങ്കിൽ നമ്മളതിനെ ആക്സസറി എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എക്സ്ക്രീഷൻ സഹായിക്കുന്ന മറ്റ് അവയവങ്ങൾ. പ്രധാനമായും അതിന് സഹായിക്കുന്ന എക്സ്ക്രീറ്ററി ഓർഗൻസ് എന്ന് നമ്മൾ പറയുന്നത് പ്രധാനമായും 3 തരത്തിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ അതർ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്നും എക്സ്ക്രീറ്ററി ഓർഗൻസിന് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിന് പോയിരുന്നത് ലങ്സ് ആണ്. അതർ എക്സ്ക്രീറ്ററി ഓർഗനിൽ ഒന്നാമത്തേത് ലങ്സ് ആണ്. മറ്റൊന്ന് സ്കിന്നാണ്, മറ്റൊരു എക്സ്ക്രീറ്ററി ഓർഗൻ. പിന്നൊന്ന് ലിവറാണ്. ഇങ്ങനെ 3 അതർ ആക്സസറി എക്സ്ക്രീറ്ററി ഓർഗാനുകൾ കൂടിയുണ്ട് നമുക്ക്. അപ്പോൾ കിഡ്നി കൂടാതെ മനുഷ്യ ശരീരത്തിൽ കാണുന്ന മറ്റ് എക്സ്ക്രീറ്ററി ഓർഗനുകളാണ്, പൂർണ്ണമായ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ല, മറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ക്രീഷൻ എന്ന ഫംഗ്ഷൻ കൂടെ നിർവഹിക്കുന്ന 3 അവയവങ്ങളാണ് ശരിക്കും നമ്മുടെ ശരീരത്തിൽ കാണുന്ന 3 അവയവങ്ങളാണ് ഈ ശരിക്കും ലങ്സ്, സ്കിന്ന്, ലിവർ എന്നിവ. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. കിഡ്നിയെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും എക്സ്ക്രീറ്ററി റോൾ വഹിക്കുന്ന 4 അവയവങ്ങളാണുള്ളത്. കിഡ്നി കൂടാതെ സ്കിന്നുണ്ട്, ലങ്സ് ഉണ്ട്, ലിവർ ഉണ്ട്. ഇതെല്ലാം എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് നിർവഹിക്കുന്ന അവയവങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോന്നും എന്ത് റോളാണ് നിർവഹിക്കുന്നത് നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ ലങ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റോൾ ഓഫ് അതർ ഓർഗാൻസ് ഇൻ എക്സ്ക്രീഷൻ എന്ന ഭാഗം ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നോട്ടിലോ എടുക്കുക, അത് നിങ്ങൾ നോക്കുക. റോൾ ഓഫ് അതർ ഓർഗാൻസ് ഇൻ എക്സ്ക്രീഷൻ, എന്താണ് നമ്മുടെ ശരീരത്തിലെ മറ്റ് എക്സ്ക്രീറ്ററി ഓർഗാൻസിന്റെ റോൾ. അപ്പോൾ അതിൽ ഒന്നാമത് നമ്മൾ ലങ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ലങ്സ് ആണ്. ലങ്സ് എക്സ്ക്രീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ലങ്സ് പ്രധാനമായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. 200 ml പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 200 ml കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ ശരീരം റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗനിലെ ലങ്സിന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 200 ml പെർ മിനിറ്റ് ആൻഡ് ഓൾസോ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ എവരി ഡേ. കാർബൺ ഡൈ ഓക്സൈഡിനോടൊപ്പം നമ്മുടെ ശരീരം ധാരാളമായി വാട്ടറിനെയും റിമൂവ് ചെയ്യാൻ ഈ ലങ്സ് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ശ്വാസത്തിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ വാട്ടറും കൂടി അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മളിപ്പോൾ കണ്ണാടിയിലോ മറ്റോ ഊതുകയാണെങ്കിൽ ശ്വാസം നിശ്വസിക്കുകയാണെങ്കിൽ, കണ്ണാടിയിലേക്ക് നിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിൽ ഒരു
പുക പോലെ കണ്ണാടി പിടിക്കുന്ന കാണാം. അപ്പോൾ അത് വാട്ടർ ഡ്രോപ്സ് ആണ്. അപ്പോൾ അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് പ്രധാനമായിട്ടും ലങ്സ് ശരീരത്തിൽ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും 200 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 1 മിനിറ്റിൽ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. 1 മിനിറ്റിൽ 200 ml, അതായത് 18 ലിറ്ററോളം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ദിവസം ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലുകളിലും ഒക്കെ നമ്മൾ ഓക്സിജന്റെ ആവശ്യകത പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്ന ഓക്സിജന്റെ അളവൊക്കെ ഇപ്പോൾ പത്രത്തിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും എത്ര ഓക്സിജൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും ഓക്സിജനൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓക്സിജൻ ശരീരത്തിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ ഫലമായി നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 18 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം റിമൂവ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ ഏതാണ്ട് 200 ml എന്ന തോതിൽ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നു. അപ്പോൾ ലങ്സിന്റെ റോൾ അതാണ്, റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എന്നുള്ളത് സ്റ്റീം രൂപത്തിൽ ശരിക്കും എക്സ്ക്രീഷന്റെ പ്രോഡക്റ്റായി വരുന്ന വാട്ടറാണ്, എല്ലാ വാട്ടറും അല്ല, അതും ശരീരത്തിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. ലിവറിൽ നമുക്ക് അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, ലിവറിന്റെ കുറച്ച് കാര്യം നമ്മൾ പഠിച്ചാണ്. ലിവർ സെക്രീറ്റ്സ് ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ നമ്മൾ പഠിച്ചാണ്. 2 പിഗ്മെന്റ്സ് ആണ്, ബിലിറൂബിനും ബിലിവേർഡിനും. പിന്നെ കൊളസ്ട്രോൾ, ഡീഗ്രേഡഡ് സ്റ്റീറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ് ആൻഡ് ഡ്രഗ്സ് പാസ് ഔട്ട് അലോങ് വിത്ത് ഡൈജസ്റ്റീവ് വേസ്റ്റ്. ഇവയുടെ പ്രത്യേകത ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബിലിറൂബിൻ, ബിലിവേർഡിൻ എന്നീ പിഗ്മെന്റുകൾ, അതുപോലെ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി വരുന്ന ഫുഡിൽ നിന്ന് കൊളസ്ട്രോൾ രൂപം കൊള്ളുന്ന കൊളസ്ട്രോൾ, ഡീഗ്രേഡഡ് സ്റ്റീറോയിഡ് ഹോർമോൺസ്, ചിലപ്പോൾ നമ്മൾ ഗുളികകളൊക്കെ കഴിച്ചാൽ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഹോർമോൺസ് അടങ്ങിയ ഗുളികകളും മറ്റും കഴിച്ചാൽ അവയുടെ അവശിഷ്ടങ്ങൾ, വൈറ്റമിൻസ്, പലതരത്തിലുള്ള വൈറ്റമിൻസ്, അധികം വരുന്ന വൈറ്റമിനുകൾ ഉണ്ടാവും. ഡ്രഗ്സ് കഴിക്കുന്ന ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മരുന്നുകളാണ്. നമ്മൾ പലതരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ആ മെഡിസിൻസ് ഇവയൊക്കെ ശരീരത്തിൽ റിമൂവ് ചെയ്യുന്നത് ലിവറിലൂടെയാണ്. അപ്പോൾ ലിവറിന്റെ എക്സ്ക്രീറ്റഡ് റോൾ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ബൈൽ പിഗ്മെന്റ്സ്, ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ, കൊളസ്ട്രോൾ, സ്റ്റീറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻ, ഡ്രഗ്സ് ഇവയൊക്കെ റിമൂവ് ചെയ്യുന്നത് ലിവറാണ്. അപ്പോൾ ലിവറിനും വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് നമ്മുടെ ശരീരത്തിൽ എക്സ്ക്രീഷന്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ ലിവർ ശരീരത്തിൽ റിമൂവ് ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ബിലിറൂബിൻ, ബിലിവേർഡിൻ, കൊളസ്ട്രോൾ, സ്റ്റീറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ് ആൻഡ് ഡ്രഗ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യുന്നത് ലിവറാണ്. ഇനി മൂന്നാമത്തെ ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നിന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത് ടു ഗ്ലാൻസ് ഇൻ സ്കിൻ. നമ്മുടെ സ്കിന്നിൽ പ്രധാനമായി 2 തരത്തിലുള്ള ഗ്ലാൻസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസ്. സ്വെറ്റ് ഗ്ലാൻസ്, സെബേഷ്യസ് ഗ്ലാൻസ്. അതിൽ സ്വെറ്റ് ഗ്ലാൻസ് വിയർപ്പ് ഗ്രന്ഥികൾ അല്ലെ, നമുക്കറിയാം വിയർപ്പ് ഗ്രന്ഥികൾ എന്നാണ് പറയുക. സ്വെറ്റ് ഗ്ലാൻസ് ദേ ഹെൽപ്സ് ടു റിമൂവ് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, യൂറിയ, ലാക്റ്റിക് ആസിഡ് എക്സെട്ര ആൻഡ് ഗിവ് എ കൂളിംഗ് എഫക്ട് ടു സ്കിൻ. അതായത് ശരീരത്തിൽ നിന്ന് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, യൂറിയ, ലാക്റ്റിക് ആസിഡ് തുടങ്ങിയ പ്രോഡക്റ്റുകളൊക്കെ റിമൂവ് ചെയ്യാൻ സ്വെറ്റ് ഗ്ലാൻസ് വിയർപ്പിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്കിന്നിന് ഒരു കൂളിംഗ് എഫക്ട് നൽകുക. ഇവാപ്പറേഷൻ ഓഫ് സ്കിൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ സ്വെറ്റ് ഗ്ലാൻസിന്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നമുക്കൊരു കൂളിംഗ് എഫക്ട് നൽകാനും ശരിക്കും സ്വെറ്റ് ഗ്ലാൻസ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്വെറ്റ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ദേ റിമൂവ് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, യൂറിയ, ലാക്റ്റിക് ആസിഡ് എക്സെട്ര ആൻഡ് ഗിവ് എ കൂളിംഗ് എഫക്ട് ടു സ്കിൻ. ഇതൊക്കെ ശരീരത്തിൽ റിമൂവ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്ട് നൽകുക എന്നതാണ് സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികൾ ചെയ്യുന്നപ്പോൾ. നമ്മുടെ ശരീരത്തിൽ അറിയാലോ, വിയർപ്പ് ഗ്രന്ഥികൾ എന്ന് പറയുന്നത് സ്കിന്നിന്റെ അടിയിൽ കാണുന്ന ഗ്രന്ഥികളാണ്. സ്കിന്നിൽ തന്നെ, പക്ഷെ അതിന്റെ ഉൾഭാഗത്തായിട്ട് ആ സ്വെറ്റ് ഗ്ലാൻസിലുണ്ടാകുന്ന സ്വെറ്റ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ശരിക്കും ഹെയർ റൂട്ടുകളിലൂടെ അവിടെ ഹെയർ ഹോൾസ് ഉണ്ട്, ആ ഹോൾസിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനോടൊപ്പം അതിനകത്ത് വാട്ടറാണ് പ്രധാന കണ്ടന്റ്. അതിന്റെ കൂട്ടത്തിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം കൂടിയാണ് നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആ പ്രോസസ്സിന് സ്വെറ്റ് ഗ്ലാൻസ് ആണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികൾ. ഇനി രണ്ടാമത്തെയാണ് സെബേഷ്യസ് ഗ്ലാൻസ്. സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്നത് പറയാം, അതിന് മലയാളത്തിൽ സ്നേഹഗ്രന്ഥികൾ എന്നാണ് പറയുക. സെബേഷ്യസ് ഗ്ലാൻസ് ദേ ഹെൽപ്സ് ടു റിമൂവ് സ്റ്റീറോയിഡ്സ്, ഹൈഡ്രോകാർബൺസ് ആൻഡ് വാക്സസ് ത്രൂ സെബം ആൻഡ് പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിംഗ് ഫോർ ദ സ്കിൻ. നമ്മുടെ ശരീരത്തിലെ ഈ സെബേഷ്യസ് ഗ്ലാൻസ് ആണ് സെബം എന്ന് ഉത്പാദിപ്പിക്കുന്നത്. ആ സെബത്തിൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, പലതരത്തിലുള്ള സ്റ്റീറോയിഡ്സ് ഉണ്ടാവും, ഹൈഡ്രോകാർബൺസ് ഉണ്ടാവും, വാക്സസ് ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ കവറിംഗ് നൽകുന്നത്. അപ്പൊ നമ്മൾ പറയും പലരുടെ സ്കിന്ന് പലതരത്തിലാണല്ലേ, ചിലർക്ക് ഓയിലി സ്കിൻ ഉണ്ടാവും, ചിലർക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പലതരത്തിലുള്ള സ്കിന്നുകളാണ് ആളുകൾക്കുള്ളത്. അപ്പൊ അത് ഈ സെബേഷ്യസ് ഗ്ലാൻസ് ഉത്പാദിപ്പിക്കുന്ന സെബത്തിന്റെ അളവിലുള്ള വ്യത്യാസവും അതിനൊരു കാരണമാണ്. ഇപ്പൊ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ചിലർക്ക് ഓയിൽ അടങ്ങിയ സോപ്പ് ഉപയോഗിക്കാൻ പറയും, ചിലരോട് ഓയിൽ കുറഞ്ഞ സോപ്പുകൾ ഉപയോഗിക്കാൻ പറയും. അപ്പൊ നമ്മൾ ചിലപ്പം അങ്ങനെ നോക്കുന്നുണ്ടാവില്ല, എങ്കിൽ പോലും സ്കിന്നിനെ പലതരത്തിലും ചിലർക്ക്, പ്രത്യേകിച്ച് ഈ നിങ്ങളുടെ ഈ ഏജിൽ, നിങ്ങൾ കൗമാരത്തിലാകുമ്പോൾ ഒരു പ്രശ്നങ്ങളൊക്കെ പ്രധാനമായിട്ടും പിമ്പിൾസിന്റെ ഒക്കെ വലിയ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. അപ്പൊ അത് ഈ ശരിക്കും ഭക്ഷണത്തില്
കൊഴുപ്പിന്റെ അംശം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് ആണത്. ഗ്ലാൻസ് നമ്മുടെ ഈ സെബേഷ്യസ് ഗ്ലാൻസ് വളരെ ആക്റ്റീവ് ആവുകയും സെബേഷ്യസ് ഗ്ലാൻസ് സെബം ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ സെബം പുറത്തേക്ക് വരുമ്പോൾ പലപ്പോഴും ആ പ്രത്യേകിച്ച് ഈ ടീനേജിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ സെബേഷ്യസ് ഗ്ലാൻസിലൂടെ സെബം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്രീമുകളും പൗഡറും ഒക്കെ മുഖത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻസിന്റെ സെബം പുറത്തേക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അതിന്റെ ഹോൾസ് അടഞ്ഞു പോകും. സെബേഷ്യസ് ഗ്ലാൻസിന് സെബം പുറത്തേക്ക് വരാത്ത രീതിയിൽ അത് അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോൾ കുറച്ചൊക്കെ പുറത്തേക്ക് ഒരു ബാക്കിയുള്ളത് അവിടെ തന്നെ ഇരിക്കും, ഈ സ്കിന്നിനകത്ത് തന്നെ ഇരിക്കും, സ്കിന്നിന്റെ ഈ ഹോൾസിന്റെ ഭാഗത്ത് ഇരിക്കും. അപ്പൊ അവിടെ അത് ചെറിയ കുരുവായിട്ട് രൂപം കൊള്ളുന്നു. പിന്നീട് നമ്മൾ പൊട്ടിച്ച് കളയൊക്കെ ചെയ്യുമ്പോഴാണ് അത് പോവുക. അപ്പൊ അത് അമർത്തൊക്കെ ചെയ്യുമ്പോഴാണ് വീണ്ടും വീണ്ടും കുരു വരുന്നത്. അപ്പൊ ഈ സെബേഷ്യസ് ഗ്ലാൻസ് പറഞ്ഞ കൊഴുപ്പ് അതൊരു കൗമാരത്തിലെ ഒരു സാധാരണ കാര്യം തന്നെയാണ്, അത് വലിയ കാര്യമൊന്നുമല്ല. പിമ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഏജ് കഴിയുമ്പോൾ അത് മാറിക്കോളും. അപ്പൊ അതിന്റെ കാരണം ഇതാണ്, നമ്മൾ കൂടുതലായിട്ട് ഈ മുഖത്ത് കൂടുതലായിട്ട് വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം, കൊഴുപ്പ് കൂടിയ ആഹാരം കഴിക്കുക, ഓയിൽ കൂടുതലായിട്ട് ശരീരത്തിൽ വരിക, ചിലപ്പോൾ തല നിറച്ച എണ്ണ എപ്പോഴും തേക്കുന്നവർക്ക് മുഖത്തൊക്കെ എണ്ണ എപ്പോഴും നിറഞ്ഞിരിക്കുക ചെയ്യുമ്പോൾ ഇത്തരം ഉണ്ടാവും. അപ്പൊ അതൊക്കെ സെബേഷ്യസ് ഗ്ലാൻസിനെ ആക്റ്റീവ് ആക്കും. ഈ സെബേഷ്യസ് ഗ്ലാൻസിനകത്ത് വാക്സ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്സ് ശരിക്കും ഒരു പാടപാട് നിൽക്കും. അപ്പൊ അത് ശരീരത്തിൽ തങ്ങി നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു മൂക്കുരൊക്കെ കഴിഞ്ഞാൽ നാണ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനം, പുറത്തേക്ക് ഒരു വെളുപ്പിലുള്ള സാധനം പുറത്തേക്ക് വരുന്നത് ഈ തങ്ങി നിൽക്കുന്ന വസ്തുക്കളാണ്. അപ്പൊ അത് നമ്മൾ വരാതെ നോക്കുക എന്ന് പറഞ്ഞാൽ മുഖം എപ്പോഴും നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ച പച്ചവെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുകയൊക്കെ ചെയ്താൽ മൂക്കുരുള്ളവർ പ്രത്യേകിച്ചും പിന്നെ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ സോപ്പ് ഏത് സോപ്പാണ് ഉപയോഗിക്കേണ്ടത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനകത്ത് ഓയിൽ കുറയ്ക്കുന്ന സോപ്പൊക്കെ കിട്ടും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ നമുക്കത് തടയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിവിടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന 3 ഓർഗനുകളാണ്. ഒന്ന് ലങ്സ്, മറ്റൊന്ന് ലിവർ, 3 സ്കിൻ. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ റോൾ ഓർക്കുക. ലങ്സിൽ നിന്ന് കാർബൺ ഡൈഓക്സൈഡ് ആൻഡ് വാട്ടറാണ് പ്രധാനമായിട്ടും റിമൂവ് ചെയ്യുന്നത്. ലിവർ റിമൂവ് ചെയ്യുന്നത് ബൈൽ പിഗ്മെന്റ്സ് ആയ ബിലിറൂബിനും ബിലിവേർഡിനും, അതുകൂടാതെ കൊളസ്ട്രോള്, ഡ്രഗ്സ്, വിറ്റമിൻ, സ്റ്റീറോയിഡ്സ് ഇവയൊക്കെ അതിന് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി മൂന്നാമത്തേതാണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നിന് 2 തരത്തിലുള്ള ഗ്ലാൻസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും. സ്വെറ്റ് ഗ്ലാൻസ് സ്വെറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. ആ സ്വെറ്റിനുള്ളിൽ സോഡിയം ക്ലോറൈഡും വാട്ടറും യൂറിയ, ലാക്റ്റിക് ആസിഡ് തുടങ്ങിയ പ്രോഡക്ട്സ് അടങ്ങിയിരിക്കുന്നു. അത് കൂളിംഗ് എഫക്ട് സ്കിന്നിന് നൽകുന്നുണ്ട്. കൂടാതെ സെബേഷ്യസ് ഗ്ലാൻസ് ആണ് രണ്ടാമത്തേത്. സെബേഷ്യസ് ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് സെബമാണ്. സെബത്തിലാണ് നമ്മൾ പറഞ്ഞ സ്റ്റീറോയിഡ്സ്, ഹൈഡ്രോ കാർബൺസ്, വാക്സ് എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നത്. അവ നമ്മുടെ സ്കിന്നിന് ഒരു ഓയിൽ കവറിംഗ് നൽകുന്നു. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള ഓർഗൻസ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ റോളൊക്കെ പരീക്ഷ എപ്പോഴും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ലങ്സ് റിമൂവ് ചെയ്യുന്നത് കാർബൺ ഡൈഓക്സൈഡ് ആൻഡ് വാട്ടർ. അതിന്റെ അളവ് ഓർത്തിരിക്കാം. നമ്മൾ 200 ml കാർബൺ ഡൈഓക്സൈഡ് ആണ് ഒരു മിനിറ്റിൽ റിമൂവ് ചെയ്യപ്പെടുന്നത്. ടോട്ടലി ലങ്സ് കാർബൺ ഡൈഓക്സൈഡ് വാട്ടറും റിമൂവ് ചെയ്യുന്നു. ഇനി ലിവർ റിമൂവ് ചെയ്യുന്നത് ബിലിറൂബിൻ, ബിലിവേഡിൻ, കൊളസ്ട്രോൾ, സ്റ്റീറോയിഡ്സ്, അതുപോലെ ഡ്രഗ്സ് ഇവയൊക്കെയാണ്, അത് വൈറ്റമിൻസ് ഇവയൊക്കെയാണ് അത് റിമൂവ് ചെയ്യുന്നത്. ഇനി സ്കിൻ എന്ന് പറയുന്നത് 2 തരം ഗ്ലാൻസ് ആണ്. ഒന്ന് സ്വെറ്റ് ഗ്ലാൻസ് വിച്ച് പ്രൊഡ്യൂസ് സ്വെറ്റ്. സ്വെറ്റ് കണ്ടെയ്ൻസ് വാട്ടർ, സോഡിയം ക്ലോറൈഡ്, യൂറിയ, ലാക്റ്റിക് ആസിഡ് എക്സെട്ര. whereas sebaceous glands produce sebum which contain wax, hydrocarbons, steroids, etc. Sweat glands provide a cooling effect to skin, whereas sebaceous glands, the sebum, give an oily appearance to the skin, like oily covering for the skin. Like ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. ഇതൊന്ന് പറയണം നിങ്ങൾ, അതായത് എന്താണ് ഓരോ ഓർഗൻ്റെയും റോൾ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ലങ്സ് റിമൂവ് കാർബൺ ഡൈഓക്സൈഡ് ആൻഡ് വാട്ടർ. ലിവർ റിമൂവ് ബിലിറൂബിൻ, ബിലിവേഡിൻ, കൊളസ്ട്രോൾ, steroids, vitamins and drugs. Skin has 2 types of glands, sweat glands and sebaceous glands. Sweat glands produce sweat which contains water, sodium chloride, urea and lactic acid. Sebaceous glands produce sebum which contains hydrocarbons, waxes and steroids. Then sweat glands provide a cooling effect to skin, whereas sebaceous glands give oil covering to the skin. ഇത്രയാണ് നമ്മൾ ഈ റോൾ ഓഫ് അതർ ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഓർഗൻസിന്റെയും റോള് ആർക്ക് പറയാം? ദ റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. പറയാമോ? ഒരു ഓർഗന്റെ റോൾ എന്താണ്? പറയൂ. പറയൂ കൃഷ്ണ. Lungs excrete carbon dioxide and water. Liver excretes bilirubin, bilirubinin, cholesterol, steroids, vitamins and drugs.
skin has two glands, sweat glands and sebaceous glands. Sweat glands produce sweat which contains water, NaCl, urea, lactic acid, etc. It also gives a cooling effect to skin. Sebaceous glands produce sebum, which removes steroids, hydrocarbons, waxes, and also give an oily covering for the skin. Okay, okay. ഇനി ആരാ പറയാം? പറയും. Role of other organs. പറയാമല്ലോ. Lungs excrete carbon dioxide and small amounts of water every day. Liver secretes bilirubin and biliverdin, cholesterol, steroid hormones, vitamins, and drugs. Skin, two glands, sweat glands, which removes water, NaCl, urea, lactic acid, and also gives a cooling effect to skin. Sebaceous glands, sebum, removes steroids, hydrocarbons, and waxes, and provides a protective oily covering for the skin. Okay, very good. ഇനി ആർക്ക് പറയാം? പറയൂ. പറയൂ. Lungs excrete carbon dioxide and water. Liver secretes bilirubin and biliverdin, cholesterol, steroid, vitamins, and drugs. Skin has two glands, sweat glands and sebaceous glands. Sweat glands produce sweat, which helps to remove water, NaCl, urea, and lactic acid, and give a cooling effect to skin. Sebaceous glands produce sebum, which helps to remove steroids, hydrocarbons, and waxes, which provides a protective oily covering for the skin. Okay, okay, good. ഇനി ആർക്ക് പറയാം? പറയാം. Lungs excrete carbon dioxide and water. Liver secretes bilirubin, biliverdin, cholesterol, steroids, vitamins, and drugs. Skin, sweat glands and sebaceous glands. Sweat glands helps to remove water, NaCl, urea, lactic acid, etc., and give us cooling effects to skin. Sebaceous glands to remove steroids, hydrocarbons, waxes through sebum, and provide a protective oily covering for the skin. Okay, good. ഇനി ആരാ? സിദ്ധാർത്ഥില്ലേ? Gautam. Sorry. Gautam, പറ. Lungs remove carbon dioxide and water. Liver remove bilirubin, biliverdin, cholesterol, vitamins, and drugs. Skin has two types glands, sebaceous gland and sweat glands. Sebaceous glands eliminate steroids, hydrocarbons, and wax through sebum. Sweat glands remove sodium chloride and urea. Okay. ഇനി ആരാ പറയാ? ആൽബിയ. പറയാ ആൽബിയ. Lungs remove carbon dioxide, water. Liver secrete bilirubin, bilirubin, cholesterol, decrease steroid hormones, vitamins, drugs. Skin, sweat glands, sebaceous glands. Sweat glands help to remove water, sodium chloride, urea, lactic acid, etc., and cooling effect to skin. Sebaceous glands help to remove steroids, hydrocarbons, and wax through sebum, and provide a protective oily covering for the skin. Okay. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത്, അപ്പൊ നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 3 അതർ റെസ്പിറേറ്ററി ഓർഗൻസ് ആണുള്ളത്. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ലങ്സ് ആണ്, അതിലൂടെ കാർബൺ ഡയോക്സൈഡ് വാട്ടർ റിമൂവ് ചെയ്യപ്പെടുന്നു. രണ്ടാമത്തേതാണ് ലിവർ, അത് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബിലിറൂബിൻ, ബിലിവേർഡിൻ, അതുപോലെ കൊളസ്ട്രോൾ, ഡ്രഗ്സ്, വിറ്റമിൻസ്, ഹൈഡ്രോകാർബൺസ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ റിമൂവ് ചെയ്യുന്നു.
പിന്നെയുള്ളത് സ്കിന്നാണ്. സ്കിന്നിൽ 2 തരം ഗ്ലാൻസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും. അതിൽ സ്വെറ്റ് ഗ്ലാൻസ് സ്വെറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. സ്വെറ്റിലൂടെ വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ലാക്റ്റിക് ആസിഡ്, യൂറിയ ഇവയൊക്കെ റിമൂവ് ചെയ്യപ്പെടുന്നു. അത് നമുക്ക് ശരീരത്തിന് ഒരു സ്കൂളിംഗ് എഫക്ട് സ്കിന്നിന് നൽകാനും ഈ സ്വെറ്റ് ഗ്ലാൻസിന് കഴിയും. സെബേഷ്യസ് ഗ്ലാൻസ് ഉൽപ്പാദിക്കുന്ന സെബമാണ്. സെബത്തിലും ഈ പറഞ്ഞ പോലെ സ്റ്റിറോൾസ് ഉണ്ട്, ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, വാക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള വസ്തുക്കളാണ് അടങ്ങിയിരിക്കുന്നത്. അത് നമുക്ക് പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിംഗ് നൽകുന്നു സ്കിന്നിന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിനകത്ത് ഒരു കാര്യം കൂടിയാണ് പഠിക്കാനുള്ളത്, ഡിസോർഡേഴ്സ്. അതായത് ഈ എക്സ്ക്രീറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഡിസോർഡറുകൾ, എന്തൊക്കെ രോഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട്, എക്സ്ക്രീറ്ററി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡിസോർഡറുകൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് യുറീനിയ. ഞങ്ങൾ ഇപ്പോൾ കേട്ടുള്ള രോഗം യുറീനിയ എന്ന് പറയുന്നത്. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് യുറീനിയ എന്ന് പറയുന്നത്. യൂറിയ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് വഴിയാണ് സാധാരണത്തിൽ ആ യൂറിയയെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ് യുറീനിയ എന്ന് ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. അതായത് യൂറിയ എന്ന് പറയുന്നത് ബ്ലഡിൽ ഉള്ള വസ്തുവാണ്, പക്ഷേ അത് കിഡ്നി ശരിക്കും റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നാൽ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും യൂറിയ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് യുറീമിയ എന്ന് പറയുന്നത്. സോ യുറീമിയ മീൻസ് അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഹീമോഡയാലിസിസ്. അത് റിമൂവ് ചെയ്യാൻ ബ്ലഡിൽ നിന്ന് ഡയാലിസിസ് വഴി നമുക്ക് യൂറിയ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഡയാലിസിസ് എ മെത്തേഡ് ഓഫ് റിമൂവിംഗ് വേസ്റ്റ് സബ്സ്റ്റൻസ് ഫ്രം ദ ബ്ലഡ് വെൻ ദ കിഡ്നീസ് ആർ അനേബിൾ ടു ഡു സോ. കിഡ്നികൾ പ്രവർത്തനരഹിതമാകുമ്പോഴാണ് യുറീമിയ ഉണ്ടാകുന്നത്. സാധാരണ യുറീമിയ എന്ന് പറഞ്ഞാൽ ബോത്ത് കിഡ്നീസ് ആർ നോൺ ഫങ്ഷണലാണ്. 2 കിഡ്നികളും ഫങ്ഷൻ ആകാതിരിക്കുന്ന അവസ്ഥയാണ് യുറീമിയ. അപ്പോഴാണ് യൂറിയ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ യൂറിയ അങ്ങനെ ബ്ലഡിൽ അമിതമായി അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്. അതായത് എന്താണ് ഡയാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞത്, എ മെത്തേഡ് ഓഫ് റിമൂവിംഗ് വേസ്റ്റ് സബ്സ്റ്റൻസ് ഫ്രം ദി ബ്ലഡ്. ബ്ലഡിൽ നിന്ന് വേസ്റ്റ് സബ്സ്റ്റൻസ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് വെൻ ദ കിഡ്നീസ് ആർ അനേബിൾ ടു ഡു സോ. കിഡ്നിക്ക് ആ ഫംഗ്ഷൻ നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ, ഒരാളുടെ കിഡ്നി രണ്ടും പ്രവർത്തനരഹിതമാവുകയും കിഡ്നികൾക്ക് രക്തത്തിൽ നിന്ന് വിസർജ്യ വസ്തുക്കളെ അരിച്ചു മാറ്റാൻ കഴിയാതെ വരികയും ചെയ്താൽ ആ സമയത്താണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അത് മെഷീനുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. അതിലൂടെ കിഡ്നി എന്താണോ ചെയ്യുന്നത് ആ പ്രവർത്തനം ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മെഷീന്റെ സഹായത്തോടെ നമുക്ക് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ അരിച്ചു മാറ്റാൻ വേണ്ടി പറ്റും. അത് രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്നതുകൊണ്ട് അതിനെ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഡയാലിസിസ് എന്ന വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡാണ് ശരിക്കും ഡയാലിസിസ് വിധേയമാക്കുന്നത് എന്നുള്ളതാണ് നമ്മളതിനെ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് യുറീനിയ എന്ന് പറഞ്ഞിരിക്കുക. യുറീനിയ എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് യുറീനിയ എന്ന് പറയുന്നത്. And dialysis means a method of removing waste substance from blood when the kidneys are not able to do so. കിഡ്നികൾ അവരുടെ ഫംഗ്ഷൻ നിർവഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് സബ്സ്റ്റൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ള ഹീമോഡയാലിസിനെ കുറിച്ച് കുറച്ച് കാര്യമായി പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഹീമോഡയാലിസിസ് എന്താണെന്ന് നോക്കുക. ഹീമോഡയാലിസിസ്, ബ്ലഡ് ഫ്രം an artery is pumped into a dialysing unit after adding an anticoagulant like heparin. ആദ്യം ചെയ്യുന്നതാണ് ബ്ലഡ് ഫ്രം ആൻ ആർട്ടറി. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ആർട്ടറി, സാധാരണ കയ്യിലെ മറ്റു ആർട്ടറി ആയിരിക്കും എടുക്കുക. നമ്മുടെ കയ്യിലെ ഒരു ആർട്ടറി ചെറിയൊരു കട്ടുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ബ്ലഡ് ഈ ഡയാലിസിംഗ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്യും. ബ്ലഡ് ഫ്രം ആൻ ആർട്ടറി is pumped into a dialysing unit. ആർട്ടറിയിലെ ബ്ലഡ് ഡയാലിസിംഗ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്യും. ആഫ്റ്റർ ആഡിങ് an anticoagulant like heparin. അത് ബ്ലഡ് ഈ മെഷീനിലേക്ക് കടത്തി വിടുന്നതിന് മുമ്പ് ആന്റി കൊയാഗുലന്റ് ആയിട്ടുള്ള ഹെപ്പാരിൻ ആഡ് ചെയ്യും. ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന വസ്തുക്കളെയാണ് ആന്റി കൊയാഗുലന്റുകൾ എന്ന് പറയുന്നത്. ആന്റി കൊയാഗുലന്റ് എക്സാമ്പിൾ ആണ് ഈ ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഒരുപാട് വസ്തുക്കളുണ്ട്. ഹെപ്പാരിൻ ഉണ്ട്, ഹിരിഡിൻ ഉണ്ട്, സോഡിയം സിട്രേറ്റ് ഉണ്ട്, ഇങ്ങനെ കുറേ വസ്തുക്കളുണ്ട്. അപ്പോൾ അതിലിവിടെ നമുക്ക് ഹെപ്പാരിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഹെപ്പാരിൻ തന്നെ പഠിച്ചാൽ മതി. ആന്റി കൊയാഗുലന്റ് എക്സാമ്പിൾ ആണ് ഹെപ്പാരിൻ. ആന്റി കൊയാഗുലന്റ് ആണ്, രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹെപ്പാരിൻ. അപ്പോൾ അവിടെ ചെയ്യുന്ന ഇതാണ്, ഒരു ആർട്ടറി കട്ട് ചെയ്തിട്ട് ആർട്ടറിയിലെ ബ്ലഡ് നേരെ ഡയാലിസിംഗ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്യും. എന്നിട്ട് അതിന് മുമ്പായിട്ട് ഹെപ്പാരിൻ പോലെയുള്ള ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്യും. അതാണ് ഒന്നാമത്. ബ്ലഡ് ഫ്രം ആൻ ആർട്ടറി ഈസ് പമ്പ്ഡ് ഇൻ ടു എ ഡയാലിസിംഗ് യൂണിറ്റ് ആഫ്റ്റർ ആഡിങ് ആന്റി കൊയാഗുലന്റിലേക്ക് ഹെപ്പാരിൻ. ഇതാണ് ഒന്നാമത്. അത് ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ശരീരം നിങ്ങൾ സങ്കല്പിക്കുക, നമ്മുടെ കയ്യിലെ ഒരു ആർട്ടറി, റിസ്റ്റിലെ മറ്റൊരു ആർട്ടറിയുടെ കട്ട് ചെയ്തിട്ട് ആ ആർട്ടറിയിലേക്കാണ് നമ്മൾ ഡയാലിസിംഗ് യൂണിറ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ബ്ലഡ് നേരത്തെ ഹാർട്ടിൽ പമ്പ് ചെയ്യുന്ന ബ്ലഡ് നേരെ ഈ ഡയാലിസിസ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമതായിട്ട് ചെയ്യുന്നത്. ബ്ലഡ് ഫ്രം ആൻ ആർട്ടറി ഈസ് പമ്പ്ഡ് ഇൻ ടു
a dialysis unit after adding anticoagulant heparin. The unit contains a coiled cellophane tube surrounded by a dialysing fluid. ഈ ഡയാലിസിസ് യൂണിറ്റിനുള്ളിൽ ഒരു സെല്ലോഫൻ ട്യൂബ് ഉണ്ട്. സെല്ലോഫൻ എന്ന് പറഞ്ഞ ട്യൂബിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം. അതിന്റെ ചുറ്റുമായി ഒരു ഡയാലിസിങ് ഫ്ലൂയിഡ് കൂടെ ഉണ്ട്. ഈ സെല്ലോഫൻ ട്യൂബ് എന്ന് പറഞ്ഞ പോറസ് ആണ് എന്ന് പറയുന്നത്. ധാരാളം സുഷിരങ്ങളുള്ളതാണ് സെല്ലോഫൻ ട്യൂബ്. വെറും സുഷിരങ്ങളല്ല, ചില വസ്തുക്കളെ മാത്രം കടത്തിവിടാൻ കഴിയുന്ന പെർമിബിലിറ്റി ഉള്ള ഒരു സെല്ലോഫൻ ട്യൂബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് കടന്നു പോകുന്നത് ഈ കോയിൽഡ് സെല്ലോഫൻ ട്യൂബിലാണ്. പക്ഷെ അതിന്റെ ചുറ്റുമായിട്ട് ഒരു ഡയാലിസിങ് ഫ്ലൂയിഡും കൂടി ഉണ്ട്. ഇനി എന്താണ് പ്രത്യേകത? ഡയാലിസിങ് ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് സെയിം കോമ്പോസിഷൻ ആസ് ദാറ്റ് ഓഫ് പ്ലാസ്മ. നമ്മുടെ പ്ലാസ്മയിലെ അതേ കോമ്പോസിഷൻ ആയിരിക്കും ഈ ഡയാലിസിങ് ഫ്ലൂയിഡിനുള്ളത്. ചുറ്റും, അതായത് ഈ സെല്ലോഫൻ ട്യൂബിന് പുറത്തുള്ള ഡയാലിസിങ് ഫ്ലൂയിഡിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്മയുടെ നോർമൽ പ്ലാസ്മയുടെ കോമ്പോസിഷൻ ആയിരിക്കും. ബട്ട് ദ നൈട്രോജനസ് വേസ്റ്റ് ആർ ആബ്സെന്റ്. അതിനകത്ത് ഒരു തരത്തിലുള്ള നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാകും. സാധാരണ നമ്മുടെ ബ്ലഡിലാണെങ്കിൽ കുറച്ച് നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ കാണും കിഡ്നി റിമൂവ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ശുദ്ധമായ പ്ലാസ്മ മാത്രമായിരിക്കും. നൈട്രോജനസ് വേസ്റ്റുകളൊന്നും അടങ്ങാത്ത പ്ലാസ്മയായിരിക്കും ഈ ഡയാലിസിങ് യൂണിറ്റിന് പുറത്തുള്ള ഡയാലിസിങ് ഫ്ലൂയിഡിലുള്ളത്, ഈ സെല്ലോഫൻ ട്യൂബിന്റെ പുറത്തുള്ളത്. അപ്പോൾ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക, നമ്മൾ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് ആന്റികോയാഗുലന്റ് ആഡ് ചെയ്ത് മെഷീനിലേക്ക് കടത്തി വിടുന്നു. ആ മെഷീൻ എന്ന് പറയുന്നതിനകത്ത് ഒരു ട്യൂബാണ്, സെല്ലോഫൻ ട്യൂബുകൾ, കോയിൽഡ് ട്യൂബ്സ് ആണുള്ളത്. ആ ട്യൂബിന് ചുറ്റുമായി ഒരു ഡയാലിസിങ് ഫ്ലൂയിഡ് ഉണ്ട്. പക്ഷേ ആ സെല്ലോഫൻ ട്യൂബിന് ധാരാളം സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് നടക്കും. ഫ്ലൂയിഡ് എക്സ്ചേഞ്ച് വെറുതെ നടക്കത്തില്ല, അത് പെർമിയബിലിറ്റി ഉണ്ട്. എല്ലാ വസ്തുക്കളും കിടക്കാൻ പറ്റില്ല, കുറച്ച് കിടക്കാൻ പറ്റും. അപ്പൊ അവിടെ ഉള്ളൊരു പ്രത്യേകത, ആ ചുറ്റുമുള്ള ഡയാലിസിങ് ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്ലാസ്മയുടെ അതേ കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ അകത്തുള്ള ബ്ലഡിന്റെ പ്രത്യേകത എന്താണ്? അകത്തുള്ള ബ്ലഡിൽ യൂറിൻ, നൈട്രോജനസ് വേസ്റ്റ് കാണും. പ്രത്യേകിച്ചും ഡയാലിസിങ് വേണ്ടി വരുന്നവർക്ക് കൂടുതൽ നൈട്രോജനസ് വേസ്റ്റുകൾ ഉണ്ടാവും. കാരണം അവരുടെ ഒട്ടും തന്നെ കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ രക്തത്തിൽ കൂടുതൽ നൈട്രോജനസ് വേസ്റ്റ്. പക്ഷെ പുറത്തുള്ള ഡയാലിസിങ് ഫ്ലൂയിഡിന്റെ പ്ലാസ്മയുടെ കോമ്പോസിഷൻ ആയതുകൊണ്ട് അതിനകത്ത് നൈട്രോജനസ് വേസ്റ്റ് ഇല്ലാതെയാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അകത്തുള്ള സെല്ലോഫൻ ട്യൂബിൽ സാറിന് നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാവും, പുറത്തുള്ള പ്ലാസ്മയിൽ നൈട്രോജനസ് വേസ്റ്റ് കുറവായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാലോ, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. As nitrogenous wastes are absent, nitrogenous molecules flow from blood into dialysing fluid based on concentration gradient. അതായത് നമുക്കറിയാലോ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് എപ്പോഴും മോളിക്കുലർ ട്രാൻസ്പോർട്ട് നടക്കും. ഇവിടെ അത് തന്നെ നടക്കുന്നു. അതായത് അകത്തുള്ള സെല്ലോഫൻ ട്യൂബിലൂടെ അകത്തുള്ള നമ്മുടെ യഥാർത്ഥ ബ്ലഡ്, അതായത് പേഷ്യന്റിന്റെ ബ്ലഡിൽ ധാരാളമായി നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാവും. പുറത്തുള്ള ഡയാലിസിങ് ഫ്ലൂയിഡ് പ്ലാസ്മയുടെ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് അതിനകത്ത് നൈട്രോജനസ് വേസ്റ്റ് ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ പുറത്തുള്ള നൈട്രോജനസ് വേസ്റ്റ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ സെല്ലോഫൻ ട്യൂബിനകത്ത് കൂടി നേരെ ഈ ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് പോകും. കാരണം വേസ്റ്റിന്റെ കോൺസെൻട്രേഷൻ ഈ സെല്ലോഫൻ ട്യൂബിൽ കൂടുതലും ഡയാലിസിങ് ഫ്ലൂയിഡ് കുറവായിരിക്കും. അപ്പൊ സെല്ലോഫൻ ട്യൂബിലുള്ള നൈട്രോജനസ് വേസ്റ്റ് എല്ലാം ഇതിന്റെ സുഷിരങ്ങളിലൂടെ നേരെ ഈ ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് പോകും. അതാണ് പറഞ്ഞത്. നൈട്രോജനസ് വേസ്റ്റ് ആർ ആബ്സെന്റ്, നൈട്രോജനസ് മോളിക്യൂൾ ഫ്ലോസ് ഫ്രം ബ്ലഡ് ഇൻ ടു ഡയാലിസിസ് ഫ്ലൂയിഡ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ ഗേഡിയൻ. ഇനിയോ ദ ക്ലിയർഡ് ബ്ലഡ് ഈസ് പമ്പ്ഡ് ബാക്ക് ടു ദ ബോഡി ത്രൂ എ വെയിൻ. തുടർന്ന് എന്ത് ചെയ്യും? അങ്ങനെ ബ്ലഡ് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അതിനകത്തുള്ള നൈട്രോജനസ് വേസ്റ്റ് മുഴുവനും ഈ ചുറ്റുമുള്ള ഡയാലിസിസ് ഫ്ലൂയിഡിലേക്ക് മാറി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദ ബ്ലഡ് ഈസ് പമ്പ്ഡ് അഗെയിൻ ബാക്ക് ടു എ വെയിൻ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു വെയിനിലേക്ക് ബ്ലഡ് തിരിച്ചുവിടും. ഇതാണ് ശരിക്കും ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പൊ നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ഒരു ആർട്ടറിയിലേക്ക് ബ്ലഡ് ആർട്ടറിയിൽ നിന്നും ബ്ലഡ് ഡയാലിസിസ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്ത് വിടുന്നു. ആഫ്റ്റർ ആഡിങ് ആന്റികോയാഗുലന്റിലേക്ക് ഹെപ്പാരിൻ പോലെയുള്ള ആന്റികോയാഗുലന്റ് ആഡ് ചെയ്ത് ബ്ലഡിനെ ആർട്ടറിയിൽ നിന്നും ഈ ഡയാലിസിങ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഡയാലിസിങ് യൂണിറ്റിൽ ഒരു സെല്ലോഫൻ ട്യൂബും അതിന് ചുറ്റുമായി ഒരു ഡയാലിസിങ് ഫ്ലൂയിഡുമാണ് ഉള്ളത്. അതിലെ ഡയാലിസിങ് ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്മയുടെ കോൺസെൻട്രേഷൻ ആണ്, എക്സെപ്റ്റ് നൈട്രോജനസ് വേസ്റ്റ്. സോ ഈ നൈട്രോജനസ് വേസ്റ്റ് ഫ്രം ദി ബ്ലഡ് ഗ്രാജുവലി ഫ്ലോസ് ഇൻ ടു ദി ഡയാലിസിങ് ഫ്ലൂയിഡ് സറൗണ്ടിങ് ഇറ്റ്. അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ് ഫ്ലൂയിഡിലേക്ക് അത് വരുന്നു. അതിന്റെ ഫലമായി ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രോജൻ ഇൻക്രീസസ് ഇൻ ഡയാലിസിങ് ഫ്ലൂയിഡ് അല്ലെ. ആ സമയത്ത് എന്ത് ചെയ്യും? ദ ബ്ലഡ് പമ്പ്ഡ് ബാക്ക് അഗെയിൻ ഇൻ ടു എ വെയിൻ. ബ്ലഡ് വീണ്ടും വെയിനിലേക്ക് പമ്പ് ചെയ്ത് വരും. അപ്പൊ ആ പ്രോസസ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മുടെ ശരീരത്തിലെ കൈയിലെ ആർട്ടറിയിൽ ഒരു മുറിവുണ്ടാക്കുന്നു. ആ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് നേരെ ഡയാലിസിങ് യൂണിറ്റിലേക്ക് വിടുന്നു. അതിന് മുമ്പായിട്ട് ആന്റികോയാഗുലന്റ് ആഡ് ചെയ്യണം. ഈ ഡയാലിസിങ് യൂണിറ്റിനകത്ത് ഒരു സെല്ലോഫൻ ട്യൂബാണുള്ളത്. ആ ട്യൂബിന് ചുറ്റും ഒരു ഡയാലിസിങ് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഡയാലിസിങ് ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബ്ലഡ് പ്ലാസ്മയുടെ കോൺസെൻട്രേഷൻ ഈക്വൽ ആണ്. പക്ഷേ അതിനകത്ത് നൈട്രോജനസ് വേസ്റ്റ് ഒഴിവാക്കിയായിരിക്കും സപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ബ്ലഡിൽ ധാരാളം നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാവും. ആ നൈട്രോജനസ് വേസ്റ്റ് എല്ലാം ഈ സെല്ലോഫൻ ട്യൂബിനകത്തുകൂടി അതിന്റെ ഭിത്തിക്കകത്തുകൂടി നേരെ എന്ത് ചെയ്യും? ഡയാലിസിങ് ഫ്ലൂയിഡിലേക്ക് പോകും. അപ്പോൾ ഡയാലിസിങ് ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ നൈട്രോജനസ് വേസ്റ്റിന്റെ കൂടും. ആ സമയമാകുമ്പോഴത്തേക്കും യഥാർത്ഥ ബ്ലഡ് എന്ത് ചെയ്യും? ശുദ്ധീകരിക്കപ്പെട്ടു. അതിനകത്തുനിന്നുള്ള വേസ്റ്റിലേക്ക് പോകുന്നു. ആ ബ്ലഡിനെ വീണ്ടും തിരിച്ചൊരു വെയിനിലൂടെ ശരീരത്തിലേക്ക് തിരികെ വിടുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ ഹീമോഡയാലിസിസ് പറയുന്നത്. ഹീമോഡയാലിസിന്റെ പ്രോസസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ബ്ലഡ് ഫ്രം ആർട്ടറി ഇസ് പമ്പ്ഡ് ഇൻ ടു ഡയാലിസിസ് യൂണിറ്റ്.
ആഫ്റ്റർ ആഡിങ് ആന്റി കോയാഗുലന്റ് ഹെപ്പാരിൻ. ഇതാണ് ഒന്നാമത്തെ. ആന്റി കോയാഗുലന്റ് ഹെപ്പാരിൻ ചേർത്ത ബ്ലഡിനെ ആർട്ടറിയിൽ നിന്നും ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. പിന്നെയോ the dialysis unit consisting of a cellophane tube, coiled cellophane tube surrounded by a dialysing fluid which has the concentration of concentration as that of plasma. നമ്മുടെ പ്ലാസ്മയുടെ അതേ കോൺസെൻട്രേഷൻ ഒരു ഡയാലിസിംഗ് ഫ്ലൂയിഡ് ഈ സെല്ലോഫൻ ട്യൂബിന് ചുറ്റുമായിട്ട് ഉണ്ടാവും. ഇനിയോ the nitrogenous waste products from the blood gradually flows into the dialysing fluid, so the blood becomes clear and the cleared blood is pumped back again into a vein. അങ്ങനെ ആ ശുദ്ധീകരിച്ച ബ്ലഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിനിലേക്ക് കടത്തിവിടുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി പറയാം, അതായത് ബ്ലഡ് ഫ്രം ആർട്ടറി ഈസ് പമ്പ്ഡ് ഇൻ ടു ദി ഡയാലിസിംഗ് യൂണിറ്റ് ആഫ്റ്റർ ആഡിങ് ആന്റി കോയാഗുലന്റ് ഹെപ്പാരിൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ. അതായത് ആന്റി കോയാഗുലന്റ് ഹെപ്പാരിൻ ചേർത്ത ബ്ലഡിനെ ആർട്ടറിയിൽ നിന്നും നേരെ ഡയാലിസിംഗ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു. Dialysing unit consisting of a cellophane tube surrounded by a dialysing fluid which has the concentration of blood plasma, and it does not contain waste materials. Waste ഇല്ലാത്ത ഡയാലിസിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന പ്ലാസ്മയുടെ അതേ കോൺസെൻട്രേഷൻ ഡയാലിസിംഗ് ഫ്ലൂയിഡ് കൊണ്ട് ചുറ്റുമായിട്ട് then waste material, nitrogenous waste from the blood pass through the cellophane tube into the dialysing fluid. ആ cellophane ട്യൂബിലൂടെ സുഷിരങ്ങളിലൂടെ നൈട്രോജനസ് വേസ്റ്റ് നേരെ ഡയാലിസിംഗ് ഫ്ലൂയിഡിലേക്ക് പോകും. So the blood become clear. അങ്ങനെ ബ്ലഡ് നല്ല ശുദ്ധീകരിക്കപ്പെടും. Then the cleared blood is pumped again into a vein. അതൊരു വെയിനിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ട് ഒരേ സമയത്ത് നടക്കുന്നതാണ്. ആർട്ടറി കൂടെ കടത്തി വിട്ട് വെയിനിലൂടെ തിരികെ ശരീരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ശരിക്കും ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേർക്ക് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ യൂണിറ്റായിട്ടുണ്ടാവും. ഡയാലിസിസ് ചെയ്യും. ഇപ്പം ഹോം ഡയാലിസിസ് ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ചെറിയ സംവിധാനങ്ങൾ വീട്ടിൽ തന്നെ അത്യാവശ്യം ഡയാലിസിസ് ഒക്കെ ചെയ്യാം. ഡയാലിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡയാലിസിസ് കിഡ്നിക്ക് വരുന്ന തകരാറാണ്. കിഡ്നിയെ സംരക്ഷിക്കേണ്ട ആവശ്യതയാണ് സൂചിപ്പിക്കുന്നത്. കിഡ്നി തകരാറുകൾ വന്ന് ഡയാലിസിംഗ് യൂണിറ്റ് ഒക്കെ വേണ്ടി വന്ന വലിയ ചെലവാണത്. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ മതിയായിരിക്കും ഡയാലിസിസ്, കിഡ്നിയുടെ പ്രവർത്തനത്തിനനുസരിച്ച്. പിന്നീട് അതിന്റെ കാലസമയം കുറഞ്ഞു വരും. ആദ്യം ഒരു വർഷമായിരുന്നെങ്കിൽ പിന്നീട് അത് 6 മാസമാവും, 3 മാസമാവും, 2 മാസമാവും, 1 മാസമാവും, ആഴ്ച തോറും പിന്നെ ദിവസം തോറും. അപ്പോഴത്തേക്കും വളരെ അപകടകരമായ അവസ്ഥയിലെത്തും രോഗി. കാരണം അത്രയും വേസ്റ്റ് പെട്ടെന്ന് അക്യുമുലേറ്റ് ചെയ്യുക, അതൊരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒട്ടും തന്നെ വേസ്റ്റ് റിമൂവ് ചെയ്യാത്ത കിഡ്നികൾ നോൺ ഫങ്ഷണലായി പോകും. അപ്പോൾ അതിന് യൂറീനിയ അങ്ങനത്തെ അവസ്ഥയാണ്. 2 കിഡ്നികളും പ്രവർത്തനമാവുകയും അങ്ങനെ ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് യൂറീനിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്നത് ഈ ഹീമോഡയാലിസിസ് ആണ്. അപ്പോൾ ഹീമോഡയാലിസിസ് നമ്മൾ ചെയ്യേണ്ടത് ബ്ലഡ് ഫ്രം ആർട്ടറീസ് പമ്പ്ഡ് ഇൻ ടു ഡയാലിസിസ് യൂണിറ്റ് ആഫ്റ്റർ ആഡിങ് ആന്റി കോയാഗുലന്റ് ഹെപ്പാരിൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് ചെയ്യാം. രണ്ടാമത് ഡയാലിസിസ് യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് cellophane tube surrounded by a dialysing fluid. The dialysing fluid has concentration similar to the blood plasma except nitrogenous waste. So the nitrogenous waste from the blood gradually passed to the dialysing fluid through the cellophane tube. So the blood become clear and the cleared blood is pumped back again into a vein. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഹീമോഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ആ പ്രോസസ് നിങ്ങൾ മനസ്സിലായി. ആർക്കെങ്കിലും പറയാം എന്താണ് ഹീമോഡയാലിസിസ്, എങ്ങനെയാണ് ചെയ്യുന്നത്? ഹീമോഡയാലിസിസ് സ്റ്റെപ്പ് അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ, എന്നിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് ബ്ലഡ് ഫ്രം ആൻ ആർട്ടറി ഈസ് പമ്പ്ഡ് ഇൻ ടു ദ ഡയാലിസിംഗ് യൂണിറ്റ് ആഫ്റ്റർ ആഡിങ് ആന്റി കോയാഗുലന്റ് ലൈക്ക് ഹെപ്പാരിൻ. അതൊന്നാമത്. ബ്ലഡ് ഫ്രം ആൻ ആർട്ടറി ഈസ് പമ്പ്ഡ് ഇൻ ടു ഡയാലിസിംഗ് യൂണിറ്റ് ആഫ്റ്റർ ആഡിങ് ആൻ ആന്റി കോയാഗുലന്റ് ലൈക്ക് ഹെപ്പാരിൻ. ഒന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ദ ഡയാലിസിംഗ് യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് coiled cellophane tube surrounded by a dialysing fluid. The dialysing fluid has concentration similar to that of blood plasma except nitrogenous waste. Nitrogenous waste ഒഴികെയുള്ള ബ്ലഡ് പ്ലാസ്മയുടെ അതേ കോൺസെൻട്രേഷൻ ഉള്ളതാണ് ഡയാലിസിംഗ് ഫ്ലൂയിഡ് ഉള്ളത്. സോ ആക്ച്വൽ ബ്ലഡ്, അതായത് പേഷ്യന്റിന്റെ ബ്ലഡ് എന്ന് പറയുന്നത് that contain large amount of nitrogenous waste. So nitrogenous waste from the blood gradually pass on to the surrounding dialysing fluid. So the blood become clear in cellophane tube. Inside the cellophane tube blood clear out. Then the blood is pumped again back into the vein. ഇതാണ് നമ്മൾ ഹീമോഡയാലിസിസ്. പറയാം ഓർക്കെങ്കിലും ഹീമോഡയാലിസിസ് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. ആ പറയൂ മിൽഡ. Blood from the artery is pumped into the dialysing unit after adding anticoagulant heparin.
That dialysing unit consists of a coiled cellophane tube. Cellophane tube is surrounded by dialysing fluid. Dialysing fluid consists of all substance of our plasma except that nitrogenous waste. Therefore, this nitrogenous waste from our blood flows into this dialysing fluid. Thus, the clear blood flows back into the body through the vein. Through the vein. Okay, okay. അത്രേ ഉള്ളൂ. Okay, good. സിമില്ല. ഇനി ആരാ പറയാം? ഹീമോഡയാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണത്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഹീമോഡയാലിസിസ്. പറയൂ കൃഷ്ണ. Blood from the artery is pumped into a dialysis unit after adding anticoagulant heparin. This contains a coiled cellophane tube which is surrounded by dialysing fluid. This dialysing fluid contains substances which are present in plasma except nitrogenous waste. Therefore, these nitrogenous molecules flows from blood to dialysing fluid. Thus, the clear blood is pumped back into the body through a vein. Okay, very good. ഇനി ആർക്ക് പറയാം? പറയും, പുതിയ ആൾക്കാരും പറയൂ. അല്ലാതെ ഞാൻ പേര് പറയാതെ നിങ്ങൾക്ക് പറയാമല്ലോ. പറയൂ, ഞാൻ പേര് പറയണം. പറയൂ. ദേവിക. പറയൂ ദേവിക. Blood from artery is pumped into a dialysis unit after adding an anticoagulant like heparin. The unit contains a coiled cellophane tube surrounded by dialysing fluid. Dialysing fluid contains some composition as that of plasma, but the nitrogenous wastes are absent. As nitrogenous wastes are absent, nitrogenous molecules flow blood into dialysis fluid. The cleared blood is pumped back to the body through vein. Okay, good now. Okay. ഇനി ആർക്ക് പറയാം? ശ്രുതി. ശ്രുതിയില്ലേ? ട്രീസ. Blood from an artery is pumped into a dialysing unit after adding an anticoagulant like heparin. The dialysing unit contains a coiled cellophane tube surrounded by dialysing fluid. Dialysing fluid contains similar to that of plasma except nitrogenous waste. The nitrogenous molecule flows from blood into dialysis fluid. Then the cleared blood is pumped back to the body through a vein. Okay. ഇനി ഏതാ പറയാം? ഇർഫാന. ഇർഫാനില്ലേ? പറയൂ ഇർഫാൻ. Blood from an artery is pumped into a dialysing unit after adding an anticoagulant heparin. The unit contains a coiled cellophane tube surrounded by fluid, dialysing fluid. Dialysing fluid having the same composition as that of plasma except nitrogenous waste. Nitrogenous molecules flows from blood into dialysis fluid. The cleared blood is pumped back into the body thread. അഞ്ജലി.
artery pumped into a dialysing unit after adding an anticoagulant heparin. The dialysing unit contains a coiled cellophane tube surrounded by dialysing fluid, which has the same composition as that of plasma, except the nitrogenous wastes. The nitrogenous wastes from the blood flows into the dialysing unit, so the clear blood is pumped back to the body through a vein. Okay. നേരെ പറഞ്ഞത് ശ്രേയ. Blood from an artery is pumped into a dialysing unit after adding an anticoagulant like heparin. The unit contains a coiled cellophane tube surrounded by a dialysing fluid. The dialysing fluid contains same composition as that of plasma, but the nitrogen wastes are absent. Nitrogenous molecules, as a result, nitrogenous molecules flow from blood into dialysis fluid. Then the clear blood is pumped back to the body through a vein. Okay, okay. Donna. Sir, പറയൂ ഡോണ. blood from the artery is pumped into a dialysis unit after adding an anticoagulant like heparin. The unit contains a coiled cellophane tube surrounded by dialysing fluid. The dialysing fluid contains same composition as that of plasma, except nitrogenous waste. As the nitrogenous wastes are absent, the nitrogenous molecules flow from blood into the dialysing fluid. Thus, the clear blood is pumped back to the body through a vein. Okay. നീമ. നീമയുണ്ടോ? ഇല്ല. ആര്യ. പറയൂ ആര്യ. Blood drained from a convenient artery is pumped into a dialysing unit after adding an anticoagulant like heparin. The unit contains a coiled cellophane tube surrounded by a fluid having the same composition as that of plasma, except the nitrogenous wastes. Cellophane membranes of the tubule allows the passage of molecules based on concentration gradient. As nitrogenous wastes are absent in the dialysing fluid, this substance freely moved out, thereby clearing the blood. The cleared blood is pumped back to the body through a vein. Okay, good. ആര്യ. നീ ക്രിസ്റ്റീന. ക്രിസ്റ്റീൻ ഇല്ലേ? ഓക്കെ. ദീപക്. ദീപക് ഇല്ലേ? ദീപക് ഇല്ല. അതുല്യ. ഇതിലില്ല. തുളസി. തുളസി കുറെ കാലമല്ല കണ്ടിട്ട്. തുളസി ഇല്ലേ? തുളസി ഇല്ല. തുളസിക്ക് എന്നാ പറ്റി? കുറെ ദിവസമായാലോ കാണുന്നില്ലല്ലോ. നവ്യ. പറയുന്നത്. Blood drained from a convenient artery is pumped into a dialysing unit after adding an anticoagulant like heparin. The unit contains a coiled cellophane tube surrounded by a fluid, dialysing fluid. This fluid having the same composition as that of plasma, except the nitrogenous waste. The cellophane membrane of the tube allow the passage of molecules based on the concentration gradient. As nitrogenous waste are absent in the dialysing fluid, these substances freely move out, thereby clearing the blood. The cleared blood is pumped back to the body through a vein. Okay, good. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് പറഞ്ഞത്, ഹീമോഡയാലിസിസ്. അപ്പോൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബ്ലഡ് ഫ്രം ആൻ ആർട്ടറി ഈസ് പമ്പ്ഡ് ഇൻ ടു
the dialysis unit after adding an anticoagulant like heparin. ഹെപ്പാരിൻ പോലെ ഒരു ആന്റികോഗുലന്റ് ആഡ് ചെയ്ത ബ്ലഡിനെ ആർട്ടറിയിൽ നിന്നും ഡയാലിസിസ് യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. The dialysis unit consisting of a cellophane tube surrounded by a dialysing membrane, dialysing fluid. ഈ ശരിക്കും ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സെല്ലോഫെൻ ട്യൂബുകളാണ്, കോയിൽഡ് സെല്ലോഫെൻ ട്യൂബാണ്. അതിന് ചുറ്റുമായി ഒരു ഡയാലിസിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. The dialysing fluid has the same composition as that of plasma except nitrogenous waste. Nitrogenous waste ഒഴികെയുള്ള പ്ലാസ്മയിലുള്ള എല്ലാ വസ്തുക്കളും അടങ്ങിയ ഒരു ഫ്ലൂയിഡാണ് ഈ ഡയാലിസിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്. അതൊരു നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു കൃത്രിമ വസ്തുവാണ് ഈ ഡയാലിസിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ കോമ്പോസിഷൻ പ്ലാസ്മയ്ക്ക് ഈക്വൽ ആണ് എക്സെപ്റ്റ് നൈട്രോജനസ് വേസ്റ്റ്. അപ്പോൾ അകത്തൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സെല്ലോഫിൻ ട്യൂബിന് അകത്തൂടെ ഒഴുകുന്ന ബ്ലഡിൽ നൈട്രോജനസ് വേസ്റ്റ് ധാരാളമായിട്ടുണ്ടാവും. ഈ ഡയാലിസിംഗ് ഫ്ലൂയിഡിൽ വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അകത്തുനിന്ന് ഈ വേസ്റ്റ് എല്ലാം പതിയെ ഈ ഡയാലിസിംഗ് ഫ്ലൂയിഡിലേക്ക് വരും. അതാണ് അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്. As nitrogenous wastes are absent in the dialysing fluid, nitrogenous waste from the blood gradually flows through the cellophane tube into the dialysing fluid. അപ്പോൾ അങ്ങനെ ഡയാലിസിംഗ് ഫ്ലൂയിഡിലേക്ക് നൈട്രോജനസ് വേസ്റ്റ് എല്ലാം വരും. Then the blood become clear. അങ്ങനെ ബ്ലഡ് ക്ലിയർ ആവും. The cleared blood is pumped back again into a vein. അതാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി വായിച്ചു മനസ്സിലാക്കുക. ഇത്രയാണ് അതിനകത്തുള്ളത്. ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദി അൾട്ടിമേറ്റ് മെത്തേഡ് ഇൻ ദി കറക്ഷൻ ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയേഴ്സ്, കിഡ്നി ഫെയിലിയർ. അപ്പോൾ ഈ കിഡ്നി ഫെയിലിയർ ഇങ്ങനെ വരുമ്പോൾ യൂറീമിയ പോലുള്ള രോഗങ്ങൾ വളരെ ഗുരുതരമായി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഉള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. അവയവം മാറ്റിവെക്കൽ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കിഡ്നി ട്രാൻസ്പ്ലാന്റ്, കിഡ്നി മാറ്റിവെക്കൽ, അതാണ് അവസാന മാർഗം എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായും കിഡ്നി ഫെയിലർ ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഹീമോഡയാലിസിന്റെ ഒരു പോരാളിക എന്ന് പറയുന്നത് വളരെ കൂടുതൽ കിഡ്നി ഒട്ടും തന്നെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഹീമോഡയാലിസിസ് ആദ്യമൊക്കെ വളരെ വൈകി ചെയ്താൽ മതിയെങ്കിൽ പിന്നെ വേഗം ചെയ്തു വരും. അപ്പോൾ അതിന്റെ എക്സ്പെൻസും അതിനെ രോഗിയെ കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടും ഒക്കെ ഓർക്കുമ്പോൾ പലതരത്തിലുള്ള വിഷമതകൾ അതുപോലെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള അൾട്ടിമേറ്റ് റെമഡി എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. പക്ഷേ എന്താണ് അവിടെയും പ്രശ്നം? എ ഫങ്ഷനിങ് കിഡ്നി ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രം എ ഡോണർ. ഒരു ഡോണറിൽ നിന്ന് വേണം നമ്മൾ ഒരു ഫങ്ഷണൽ കിഡ്നി സ്വീകരിക്കാൻ വേണ്ടി. ആരെങ്കിലും ഒരാൾ കിഡ്നി തരാൻ തയ്യാറാകണം. ഇനിയോ പ്രിഫറബിളി എ ക്ലോസ് റിലേറ്റീവ്. അത് സാധാരണയിൽ നമ്മുടെ കിഡ്നി നമുക്ക് യോജിക്കണമെങ്കിലായിരിക്കും ഒരു ക്ലോസ് റിലേറ്റീവ് ആയിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ടു മിനിമൈസ് ഇറ്റ്സ് ചാൻസ് ഓഫ് റിജക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. ആർക്കാണോ കിഡ്നി സ്വീകരിക്കേണ്ടി വരുന്നത് അവരുടെ ശരീരം കിഡ്നിയെ റിജക്ട് ചെയ്യാൻ വളരെ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവരുടെ കിഡ്നിയുമായി യോജിക്കുന്ന തരത്തിലുള്ള ഒരു കിഡ്നി മാത്രമേ വെച്ചുപിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ്. ഒന്ന്, അനുയോജ്യമായ കിഡ്നി കണ്ടെത്തുക എന്നത് വലിയ പ്രയാസമാണ്. ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, ഫാദർ, മദർ, കുട്ടികൾ എന്നിവരിൽ നിന്നൊക്കെ നമ്മുടെ അത്രയും അടുത്ത റിലേറ്റീവ്സിന്റെ മാത്രമേ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും കിഡ്നി ചേരുകയുള്ളൂ. ഇനി അങ്ങനെ ചേരുമ്പോൾ തന്നെ എന്താണ് ചാൻസ് ഓഫ് റിജക്ഷൻ മോറാണ്. അതായത് നമ്മുടെ ശരീരം പുറത്തുനിന്ന് വരുന്ന വസ്തുക്കളെല്ലാം തിരസ്കരിക്കാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ചേരണമെന്നില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുള്ളൂ. എങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അൾട്ടിമേറ്റ് റെമഡി എന്നതും പ്രധാനപ്പെട്ടതാണ്. യുറീമിയ പോലെയുള്ള, അതായത് ബ്ലഡ് രണ്ട് കിഡ്നികളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഏറ്റവും അനുയോജ്യമായ മാർഗം. അതിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് എ ഫങ്ഷണൽ കിഡ്നിയാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ടേക്കൺ ഫ്രം എ ക്ലോസ് റിലേറ്റീവ്. എന്തിനു വേണ്ടിയാണ്? ടു മിനിമൈസ് ദ ചാൻസ് ഓഫ് റിജക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ഹോസ്റ്റ്. ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം റിജക്ട് ചെയ്യാതെ കിഡ്നിയെ സംരക്ഷിച്ചെടുക്കുക, അതിനെ എടുക്കുക എന്നുള്ളതും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ പരീക്ഷ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് റെമഡി ഫോർ ഫെയിലർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലർ. കിഡ്നി ഫെയിലറിനുള്ള അൾട്ടിമേറ്റ് റെമഡി എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണെന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അവിടെ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പിന്നീട് നമുക്ക് സെക്കൻഡ് ഇയറിലും പഠിക്കാനുണ്ട്. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഓർത്താൽ മതി. അതെന്ന് പറയുന്നത് ശരിക്കും അതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? റിജക്ഷൻ ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റിജക്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന മറ്റു വസ്തുക്കളെല്ലാം ശരീരം അന്യവസ്തുക്കളായിട്ടാണ് കാണുന്നത്, ഫോറിൻ മോളിക്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ ആന്റിബോഡികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ശരീരം അതിനെ തിരസ്കരിക്കാൻ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. ആ ഒരു പ്രശ്നം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനും ഉണ്ട് എന്നതാണ് പ്രത്യേകത. നമുക്ക് ഉപകാരത്തിനാണോ ഉപദ്രവത്തിനാണോ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് എന്നുള്ള ശരീരത്തിന് പെട്ടെന്ന് ഐഡന്റിഫിക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരം ചിലപ്പോൾ അതിനെ തിരസ്കരിച്ച് കളയും. അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിനകത്തുണ്ട്. ഇനി അടുത്താണ് റീനൽ കാൽക്കുലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ യുറീമിയ കഴിഞ്ഞ രണ്ടാമത്തെ രോഗമാണ് റീനൽ കാൽക്കുലി. റീനൽ കാൽക്കുലി എന്ന് സ്റ്റോൺ ഓർ ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾസ്, ഓക്സലേറ്റ്സ് എക്സെട്ര ഫോംഡ് വിത്തിൻ ദ കിഡ്നി. നമ്മുടെ കിഡ്നിക്കുള്ള രൂപം കൊള്ളുന്ന സ്റ്റോണുകളെയാണ് നമ്മൾ റീനൽ കാൽക്കുലി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കിഡ്നി സ്റ്റോൺ എന്നാണ് പറയുക. മൂത്രത്തിലെ കല്ലെന്നൊക്കെ പറയും നമ്മൾ, അല്ലെ? കിഡ്നി സ്റ്റോൺസ്, കീൽ കല്ല് വരിക. അത് ഏത് ഭാഗത്തോ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ യൂറിറ്ററിലോ യൂറിനറി ബ്ലാഡറിലോ യൂറിത്രയിലോ എവിടെയെങ്കിലും കിഡ്നി സ്റ്റോൺ രൂപം കൊള്ളുന്നതാണ് ഇവിടെ പറയുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇൻസോലബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട്. ഇൻസോലബിൾ മാസ്, അതായത് ലയിച്ചു ചേരാത്ത മാസ് ഓഫ് ക്രിസ്റ്റൽ രൂപത്തിൽ രൂപം കൊള്ളുന്ന സോൾട്ടുകളാണ്, ഓക്സലേറ്റുകൾ. ഇതൊക്കെയാണ്
സാധാരണഗതിയിൽ നമ്മൾ കിഡ്നി സ്റ്റോണുകൾ എന്ന് പറയും. സാധാരണ നമ്മൾ പറയത്തില്ല കിഡ്നി സ്റ്റോൺ വന്നവര് ഓക്സിഡേറ്റുകൾ കൂടി കൂടുതൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഓക്സിഡേറ്റുകൾ, കാൽസ്യം ഇവയൊക്കെ കൂടുതലായി ഇറങ്ങിയ ഭക്ഷണം കിഡ്നി സ്റ്റോണിനെ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തക്കാളിയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. തക്കാളിയൊക്കെ ഓക്സിഡേറ്റുകളാണ് തക്കാളിക്കകത്തൊക്കെ കൂടുതൽ ഇറങ്ങിയിരിക്കുന്നത്. അത്തരം വസ്തുക്കൾ കൂടുതലായി കഴിക്കുന്നവർക്ക് സാലഡുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ, തക്കാളി പച്ചക്ക് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഓക്സിഡേറ്റുകളൊക്കെ കൂടുതലാണ്. അങ്ങനെ ഓക്സിഡേറ്റുകൾ കൂടുതലായി ശരീരത്തിൽ വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ പോലത്തെ. പിന്നെ കാൽസ്യം സോൾട്ടുകളും പാലുൽപ്പന്നങ്ങൾ കൂടുതലായി കഴിക്കുമ്പോൾ അതും കിഡ്നി സ്റ്റോൺ ഉണ്ടാകാൻ കാരണമാവും. നല്ലോണം എക്സസൈസ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാതെ ശരീരത്തിൽ ക്രിസ്റ്റലൈസ്ഡ് സോൾട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അത്തരം സോൾട്ടുകൾ ശരീരം ഉപയോഗപ്പെടുത്തണം, അങ്ങനെയാണ് കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ധാരാളം അളവിൽ ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെയാണ് കിഡ്നി സ്റ്റോൺ തടയാനുള്ള മാർഗം. അപ്പോൾ എന്താണ് റീനൽ കാൽക്കുലി എന്ന് ചോദിച്ചാൽ മതി. ഓർത്തിരിക്കണം, സ്റ്റോൺ ഓർ ഇൻസോലബിൾ മാസ് ഓഫ് സോൾട്ട് ഓർ ഓക്സലേറ്റ്സ് ഫോമഡ് വിത്തിൻ ദ കിഡ്നി. കിഡ്നിക്കുള്ളിൽ എവിടെയെങ്കിലും രൂപം കൊള്ളുന്ന കല്ലുകളും ക്രിസ്റ്റലൈസ്ഡ് മാസുമാണ് നമ്മൾ റീനൽ കാൽക്കുലി എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണം കൂടെയുണ്ട്, മൂന്നാമത്തെയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. അത് മറ്റൊരു രോഗമാണ്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലോ ഓഫ് കിഡ്നി. കിഡ്നിയുടെ ഗ്ലോമറുലസിലെ ഇൻഫ്ലമേഷൻ, നീർവീക്കം, നീര് വരിക, അതിനെയാണ് നമ്മൾ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുമ്പോൾ ഈ നമ്മുടെ ഗ്ലോമറുലസിന് ഇൻഫ്ലമേഷൻ വരുന്നതിനെയാണ് നമ്മൾ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ചതവ്, വലിയ അപകടം, ഇടിയെ കൂടുമ്പോൾ അറിയാതെങ്കിലും അതിന് ശക്തമായി ഇടിക്കുകയൊക്കെ കിഡ്നിയുടെ ഭാഗത്തേക്ക് ഇടിക്കുന്നത് കൊണ്ടാകാം. ചിലപ്പോൾ എന്തെങ്കിലും പ്രസ്സായി പോകുന്നുണ്ട്, അപകടങ്ങളൊക്കെ ഉണ്ടാകും, ശരീരം അമർന്നു പോകുന്നതുകൊണ്ടാകാം. അന്നേരമൊക്കെ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് വരാറുണ്ട്. പിന്നെ അല്ലാതെ ഇൻഫെക്ഷൻ മൂലവും ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് വരാം. അതായത് ഗ്ലോമറുലസിന് ഇൻഫ്ലമേഷൻ വരുന്നതിനാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്. അപ്പോൾ 3 രോഗങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസോർഡറുകളെ പഠിക്കാനുള്ളത്. യുറീനിയ എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് ആണ് യുറീനിയ. രണ്ടാമത്തേതാണ് റീനൽ കാൽക്കുലി, അതെന്ന് പറയുന്ന കിഡ്നി സ്റ്റോണുകളാണ്. മൂന്നാമത്തെയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസ്. അപ്പോൾ ഇത് 3 പരീക്ഷയ്ക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്താണെന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലസിനെയാണ് നമ്മൾ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ